പ്രിയപ്പെട്ടവരെ, ടി.പി. സെൻകുമാർ IPS നിങ്ങൾ മറന്നു കാണുകയില്ല എന്ന് വിചാരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന സമയത്ത് ഇദ്ദേഹത്തെ സംസ്ഥാനത്ത് പോലീസ് മേധാവിയായിട്ട് നിയമിച്ചത്. പിണറായി സഖാവ് വന്ന് 3-ാം ദിവസം അദ്ദേഹത്തെ പോലീസ് മേധാവിയുടെ കസേരയിൽ നിന്ന് മാറ്റി മറ്റൊരു ലാവണത്തിലേക്ക് വിട്ടതും. അതിനെതിരെ അദ്ദേഹം ആദ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും പിന്നീട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലും കേസ് കൊടുത്തു. 2 സ്ഥലത്തും വിപരീത വിധി ഉണ്ടായിട്ടും സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചതും. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഏതാനും മാസങ്ങളെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേരയിൽ തിരിച്ചു വന്നിരുന്നതും ആ സ്ഥാനത്ത് നിന്ന് അന്തസ്സോടെ അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ച് റിട്ടയർ ചെയ്ത് പോയതുമൊക്കെ മറക്കാൻ സമയമായിട്ടില്ല. ഞാനിത് പറയുമ്പോഴെങ്കിലും എല്ലാവരും ഇത് ഓർമ്മിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സാധാരണ സിവിൽ സർവീസുകാരെ ഒരു ലാവണത്തിൽ നിന്ന് വേറൊരു ലാവണത്തിലേക്ക് മാറ്റിയാൽ അവരങ്ങനെ കേസിനും വഴക്കിനും കൂട്ടീശ്വരത്തിനൊന്നും പോവുകയില്ല. എവിടെ ഇരുന്നാലും ശമ്പളം കിട്ടുമല്ലോ 31-ാം ദിവസം, അല്ലെങ്കിൽ 30 ദിവസം കാശ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവർ ആ മാറ്റപ്പെടുന്ന ലാവണത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു സിവിൽ സർവീസുകാരനെ സസ്പെൻഡ് ചെയ്താൽ പോലും അവരങ്ങനെ കേസിനൊന്നും പോവില്ല. സാധാരണ വില്ലേജ് ഓഫീസർമാരോ തഹസിൽദാർമാരോ കാണിക്കുന്ന ഒരു വ്യവഹാര താല്പര്യം പോലും സിവിൽ സർവീസുകാർ കാണിക്കുകയില്ല. കാരണം അവർക്കറിയാം ഇതൊക്കെ ഇത്ര ഉള്ളൂ എന്നുള്ളത്. മാത്രമല്ല, രാഷ്ട്രീയക്കാർക്ക് കുതിരകയറാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും പോലീസ് സർവീസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ 10-ാം ക്ലാസ്സിൽ തോറ്റ് പഠിത്തം അവസാനിപ്പിച്ച അല്ലെങ്കിൽ കോപ്പി അടിച്ച് പാസ്സായ മന്ത്രിമാർ പോലും ഈ IAS-കാരെ IPS-കാരെയൊക്കെ തോന്നും പടി ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിക്കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പരസ്യമായിട്ട് ശാസിക്കുന്നത് കേൾക്കാറുണ്ട്, പുച്ഛിക്കുന്നത് പരിഹസിക്കുന്നതൊക്കെ കേൾക്കാറുണ്ട്. ഇതൊക്കെ ഈ ആട്ടും തുപ്പമൊക്കെ കേട്ട് സഹിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം IAS-കാരും IPS-കാരും മറ്റ് S-കാരും. വലിയ കഷ്ടമാണ് അവരുടെ കാര്യം. പക്ഷേ ചിലപ്പോൾ അപൂർവത്തിൽ അത്യപൂർവമായിട്ടെങ്കിലും ചങ്കൂറ്റമുള്ള നട്ടലുള്ള പോടാ പട്ടി എന്ന് പറയാൻ ധൈര്യമുള്ള IPS-കാരും IAS-കാരും ഉണ്ടാകുന്നുണ്ട്. അതിലൊരാളാണ് സെൻകുമാർ അല്ലാതെ ഒരു പോലീസുകാരനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കേസിന് പോയില്ല. കാരണം സെൻകുമാറിൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം കേസിന് പോയി. പിന്നീട് CPM-കാരും അവരുടെ അനുഭാവികളൊക്കെ ഇദ്ദേഹം വലിയൊരു സംഘപരിവാറുകാരനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ കുറ്റപ്പെടുത്തി. അതൊക്കെ വേറെ കഥയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.